അഴിമതിക്കാർക്കെതിരെയാണ് എൻ.ഡി.എ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നതെന്നും ആരും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന് ആഗ്രഹിക്കേണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരെ പോരാടുന്നതിനാണ് അത്തരം നിയമനിർമ്മാണം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പോലും നിയമത്തിന്റെ പരിധിയിൽ വരും. അഴിമതിക്കാരാണ് ബില്ലിനെ എതിർക്കുന്നതെന്നും ബീഹാറിലെ ഗയയിൽ മോദി പറഞ്ഞു. 5 കൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏത് മന്ത്രിയെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ലിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉന്നയിച്ച ബില്ലിൽ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി പൊതുവേദിയിൽ അഭിപ്രായം പറയുന്നത്. ബില്ല് കൊണ്ടുവന്നതിൽ ഞെട്ടിയത് അഴിമതിക്കാരാണെന്നും ബില്ല് പാസ്സായാൽ ഇത്തരം അഴിമതിക്കാരുടെ മന്ത്രിസ്ഥാനം പോകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാധാരണ സർക്കാർ ജീവനക്കാരന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച മോദി, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പ്രധാനമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും സ്ഥാനമൊഴിയാൻ എന്തുകൊണ്ട് നിർബന്ധിച്ചുകൂടാ എന്ന് ചോദിച്ചു. ഇന്നാരും നിയമത്തിന് അതീതരായിരിക്കരുത്. എന്നാൽ ചില മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ പോലും ജയിലിൽ കഴിയുമ്പോൾ അധികാരം ആസ്വദിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? ഒരു സർക്കാർ ജീവനക്കാരനെ 50 മണിക്കൂർ തടവിലാക്കിയാൽ അയാൾക്ക് ജോലി നഷ്ടപ്പെടും. അത് ഡ്രൈവറായാലും ക്ലർക്കായാലും പ്യൂണായാലും എല്ലാം. എന്നാൽ ഒരു മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ജയിലിൽ നിന്നു പോലും സർക്കാരിന്റെ ഭാഗമായി തുടരാൻ സാധിക്കും. എൻ.ഡി.എ സർക്കാർ അഴിമതിക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയും അതിന്റെ പരിധിയിൽ വരും, അദ്ദേഹം പറഞ്ഞു. 2024 മാർച്ച് 21 ഡൽഹിയിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി തീഹാർ ജയിലിൽ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയായി തുടർന്ന ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ അനുഭവം മോദി പരാമർശിച്ചു. ഒരു മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കഴിഞ്ഞുകൊണ്ട് പോലും ഭരണം നടത്താം. ജയിലിൽ നിന്ന് ഫയലുകളിൽ ഒപ്പിടുന്നതും ജയിലിനുള്ളിൽ നിന്ന് സർക്കാർ ഉത്തരവുകൾ വരുന്നതും കുറച്ചുകാലം മുൻപ് നമ്മൾ കണ്ടതാണ്. നേതാക്കളുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ അഴിമതിക്കെതിരെ പോരാടാനാകും? മോദി ചോദിച്ചു. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് പ്രധാന വെല്ലുവിളി ഉയർത്തുന്ന ആർ.ജെ.ഡിയെ പ്രസംഗത്തിൽ മോദി വിമർശിച്ചു. ആർ.ജെ.ഡിയുടെ ഭരണകാലം ബീഹാറിനെ റാന്തൽ കാലത്തിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാനത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. ബീഹാറിന്റെ പിന്നോക്ക അവസ്ഥയ്ക്കും നിയമവാഴ്ചയില്ലായ്മയ്ക്കും കാരണമായി. ബീഹാറിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അന്തസ്സും വികസനവുമെല്ലാം അവഗണിച്ച് വോട്ട് ബാങ്കായി മാത്രമാണ് കണ്ടിരുന്നതെന്നും ആർ.ജെ.ഡിയെ ലക്ഷ്യമിട്ട് മോദി പറഞ്ഞു. ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുടരുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് മറുപടി എന്നോണമാണ് എൻ.ഡി.എ മോദിയുടെ റാലി സംഘടിപ്പിച്ചത്. റാലിക്കിടെ സംസ്ഥാനത്ത് 13,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മോദി തറക്കല്ലിട്ടു. 5 വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിമാർക്ക് പദവി നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ഭരണഘടനാ ബിൽ, ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ബിൽ 2025, ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ 2025 എന്നിവ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ബില്ലിന്റെ പകർപ്പ് കീറിയെറിയുകയും ബില്ലിന്മേൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഒടുവിൽ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏത് മന്ത്രിയെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ JPC റിപ്പോർട്ട് സമർപ്പിക്കും.